ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. നിത്യജീവനെ മുറുകെ പിടിക്കുക. എന്താ വചനം പഠിപ്പിക്കുന്നത്? നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. മോളെ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുമ്പോഴും നീ എന്ത് മുറുകെ പിടിക്കണം? നിത്യജീവനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും നിത്യജീവനെ മുറുകെ പിടിക്കണം. ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും നിത്യജീവനെ മുറുകെ പിടിക്കണം. പ്രിയ ബിസിനസ്സുകാരെ, നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോഴും നിങ്ങൾ മുറുകെ പിടിക്കുന്നത് എന്താ? നിത്യജീവനെ. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, പ്രിയ ടീച്ചേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴും എന്താ മുറുകെ പിടിക്കേണ്ടത്? നിത്യജീവനെ. വീട്ടമ്മമാരെ, നിങ്ങൾ എന്താ മുറുകെ പിടിക്കേണ്ടത്? നിത്യജീവനെ. എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ എന്താ മുറുകെ പിടിക്കേണ്ടത്? നിത്യജീവനെ. വിട്ടുകളയരുത്, വിട്ടുകളയരുത്, വിട്ടുകളയരുത്. നമുക്ക് വലുത് ഈ ലോക ജീവിതമല്ല, നമുക്ക് വലുത് ഡിഗ്രികളല്ല, നമുക്ക് വലുത് ഈ ലോകത്തിന്റെ സമ്പാദ്യങ്ങളല്ല, നമുക്ക് വലുത് ഈ ലോകം തരുന്ന നൈമിഷികമായ ഉയർച്ചകളല്ല. എനിക്കും നിങ്ങൾക്കും വിലപ്പെട്ടത് എന്താണ്? ഉറക്കെ പറ, പോരാ ശക്തിയോടെ പറ. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. എന്താണ്? നിത്യജീവൻ. സ്ലീഹ പറയാ, അത് വിട്ടുകളയരുത്, അത് വിട്ടുകളയരുത്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ തിരുവചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ സംഭവം എന്റെ മനസ്സിലോട്ട് കടന്നു വരിക. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു 5 ദിവസത്തെ താമസിച്ചുകൊണ്ടുള്ള ധ്യാനത്തിൽ അതിൽ പങ്കെടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ സൗദി അറേബ്യയിൽ പ്രശസ്തമായ ഒരു കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 27-28 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. ആദ്യത്തെ 2 ദിവസങ്ങൾ ഇവർ മഹാ ബോറിംഗ് ആയിരുന്നു. വചനം കേൾക്കാൻ പറ്റുന്നില്ല, കുദാശകളിൽ ഒരുക്കത്തോടു കൂടി പങ്കെടുക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്നില്ല. അവൻ വളരെ അസ്വസ്ഥനായിരുന്നു. എന്നാൽ കുംഭസാരം എന്ന കുദാശ അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്തൊരു സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് നൽകി. തിരുവചനങ്ങൾ അവന്റെ ഹൃദയത്തിൽ ആഞ്ഞു കയറാൻ തുടങ്ങി. കർത്താവിന്റെ വചനം അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. വചനം രൂപാന്തരപ്പെടുത്തും, വചനം മാനസാന്തരത്തിലോട്ട് നയിക്കും, വചനം അനുതാപം നൽകും, വചനം വിശുദ്ധീകരിക്കും, വചനം നമ്മെ സൗഖ്യമാക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിന് അത്രയും പവറാ. കാരണം വചനം ആരാ? ഈശോയാണ്. വചനം ആരാ? ഈശോയാണ്. ഇവൻ 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാം ദിവസമായ ഉച്ച സമയത്ത് തന്നെ കാണാനായിട്ട് വന്നു. അവൻ എന്നോട് പറഞ്ഞു, സഹോദര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന സൗദി അറേബ്യയിൽ ഇന്ന കമ്പനിയിൽ അവിടെ നല്ലൊരു ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ പ്രശ്നം, ഈ ജോലി ഞാൻ സമ്പാദിച്ചത് ഞാൻ പഠിച്ച് അധ്വാനിച്ച് സമ്പാദിക്കാതെ ലക്ഷങ്ങൾ മുടക്കി ഞാനൊരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഈ കള്ള സർട്ടിഫിക്കറ്റിലാണ് ഞാൻ ഈ കമ്പനിയിൽ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്റെ നിത്യജീവന് അപകടമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ ഞാൻ കുഴയുമെന്ന് അവനെ മനസ്സിലായി. ഇതാ മാനസാന്തരം, ഇതാ മാനസാന്തരം, ഇതാ മാനസാന്തരം, ഇതാ കർത്താവ് ആഗ്രഹിക്കണം. ഈ കൺവെൻഷനിൽ ഇതാ വേണ്ടത്, മാനസാന്തരം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവൻ എന്നോട് പറഞ്ഞു, സഹോദര, എനിക്ക് മാന്യമായ ശമ്പളമുണ്ട്, നല്ല പൊസിഷനാ, പക്ഷേ ഈ കള്ള സർട്ടിഫിക്കറ്റിലൂടെ ഞാൻ ഉണ്ടാക്കിയ ജോലി ഞാൻ ഉപേക്ഷിക്കാൻ പോവാ. ഞാൻ പേരെ ഷോക്കായി പോയി. ദൈവമേ, ഇവന്റെ ഫെയ്ത്ത്, ആ ചെറുപ്പക്കാരന്റെ വിശ്വാസം. അവൻ പറഞ്ഞു, ധ്യാനത്തിന് ശേഷം ഞാൻ ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ജോലി പോയാലും ശരി, എനിക്ക് വലുത് എന്റെ വിശ്വാസമാണ്, എനിക്ക് വലുത് എന്റെ നിത്യജീവനാണ്. ഞാൻ പറഞ്ഞു, മോനെ, നീ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. നീ സുവിശേഷത്തിന്റെ സത്യവചനങ്ങൾക്ക് വേണ്ടി നിന്നാൽ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. 50-50 അത് കർത്താവിന്റെ പരിപാടിയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവനെ വലിയ സന്തോഷമായി. ഇവനെ ധ്യാനം കഴിഞ്ഞ് തീരുമാനം എടുത്ത് വീട്ടിൽ പോയി.
കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അവന്റെ അപ്പനും അമ്മയും വിളിച്ചു വരുത്തിയിട്ട് ഈ അനുഭവമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്മേ അപ്പാ, നിങ്ങൾക്കറിയാലോ ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ഇങ്ങനെ സമ്പാദിച്ചതാണെന്ന്. അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ എനിക്ക് നല്ലൊരു ബോധ്യം കിട്ടി, എനിക്ക് വലുത് നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിലൂടെ അഭിനയം കാണിക്കാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇവൻ പറഞ്ഞു, ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കീറിക്കളയാൻ പോവാ. ഉടനെ അമ്മ പറഞ്ഞു, മോനെ നീ എന്താ ഈ പറയണേ? അമ്മ 12 ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ കർത്താവ് പ്രവർത്തിക്കോ? കേൾക്കാൻ പറ്റണില്ല. ഉറക്കപ്പറ, പ്രവർത്തിക്കോ? അപ്പൊ ശരിക്കും നിക്ക്. സർവ്വമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ബോധ്യമുണ്ടാകണം, നമുക്ക് ഈ തിരിച്ചറിവുണ്ടാകണം. ദൈവത്തിന്റെ വചനം അതാ പഠിപ്പിക്കണേ. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം, അവിടെ പൗലോസ് ശ്ലീഹ പറയാണ്, 3-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ ശ്ലീഹ വളരെ മനോഹരമായ ഒരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. എന്തിനാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭക്ഷിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ദൈവം നമുക്ക് നൽകിയത്? പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്താണ്? വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുക. നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. ഇത് എന്തിനു വേണ്ടിയാ? അവിടുത്തെ കൃപാവരത്താൽ, ദൈവത്തിന്റെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുവാനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ദൈവം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വർഷിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഓരോരുത്തരും നിത്യജീവന്റെ പ്രത്യാശയിൽ അവകാശികളാകുന്നതിനു വേണ്ടി. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ പ്രത്യേകത എന്താ? ഉറക്കപ്പറ. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആ വ്യക്തിക്ക് സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശയുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം, അവിടെ 54, 55 വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവർ ക്രോബാഗ്രാന്തര ആദിമ സഭയിലെ രക്തസാക്ഷിയായ എസ്തഫാനോസിനെ കുറിച്ചാണ് വചനം പഠിപ്പിക്കണേ. അവിടെ വചനം പറയാണ്, അവർ കോപാക്രാന്തരായി പല്ല് കടിച്ച് അവന്റെ നേരെ പാഞ്ഞെടുത്തു. എന്നാൽ എന്ത് സംഭവിച്ചു? എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ എന്താ സംഭവിക്കണേ? ഇതാ സംഭവിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ വ്യക്തി സ്വർഗം കണ്ട് ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ആ യുവാവ് എന്ത് കണ്ട് ജീവിക്കും? ആ കുഞ്ഞ് എന്ത് കണ്ട് ജീവിക്കും? അങ്ങനെയുള്ള ദമ്പതികൾ എന്ത് കണ്ട് ജീവിക്കും? സ്വർഗം, ഈ ലോകത്തിൽ സ്വർഗം കണ്ട് ജീവിക്കും. ഈ ഒരു വിളിയാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ സ്വർഗം കണ്ട് ജീവിച്ചവരാണ് വിശുദ്ധര്. നമുക്കറിയാം, ഇന്ന് സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗോരത്തി. വെറും 11 വയസ്സേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ടീനേജ് പ്രായത്തിലുള്ള എന്റെ കുഞ്ഞനുജന്മാരെ, അഞ്ചത്തിമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് പിശാച് ചെയ്യുന്ന പരിപാടി ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് സകല പരിപാടിയും ചെയ്യുന്നത്. വിശുദ്ധ പേദ്രോ പിയോ കേട്ടിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ച് 50 വർഷം കഴിഞ്ഞു. ഈ അടുത്ത നാളുകളിൽ വിശുദ്ധ പേദ്രോ പ്രിയോയുടെ കബറിടം തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഉറങ്ങിക്കെടുക്കുന്നത് പോലെയാണ് പേദ്രോ പിയോ കിടക്കുന്നത്. കൺപിരികൻ പോലും അഴുകിപ്പോയിട്ടില്ല. ഈ ദുഷിച്ച തലമുറയെ നോക്കി കർത്താവ് വിളിച്ചു പറയാ, വിശുദ്ധ ജീവിതത്തിന് ശക്തിയുണ്ട്, നിത്യജീവന് ശക്തിയുണ്ട്. ആരൊക്കെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി വില കൊടുത്ത് ജീവിക്കുന്നുവോ, ആരൊക്കെ ഈ ലോക ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നുവോ, അവരെ നോക്കി സ്വർഗം സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ജീവിതത്തിന് ശക്തിയുണ്ട്. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, വിശുദ്ധ ജീവിതത്തിന് ശക്തിയുണ്ട്. അടുത്തിരിക്കുന്ന 2 പേരോടൊന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ.
വിശുദ്ധ ജീവിതത്തിന് ശക്തിയുണ്ട്. ഇന്ന് വിശുദ്ധിക്കുന്ന ഒരു പ്രാധാന്യമില്ല. എന്ത് വിശുദ്ധിയാണ് ചോദിക്കുന്നത്? എന്താ വിശുദ്ധി എന്ന്? എന്നാ വിശുദ്ധി എന്ന്? ഏതാനും നാളുകൾക്ക് മുമ്പ് ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാനത്ത് സുവിശേഷം പറയാൻ ചെന്നപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ അവിടെ കണ്ടു. അവള് ഡൽഹി പട്ടണത്തിലൂടെ നടന്നു പോവുക. അവളൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. പെൺകുട്ടികൾ ടീഷർട്ട് ഇടുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. മാന്യമായി മര്യാദയായി നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാപിതാക്കൾ വളരെ ശ്രദ്ധയുള്ളവരാകണം ആ കാര്യത്തിൽ. മക്കളെ മാന്യതയോടെ മര്യാദയോടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നിങ്ങൾ നടത്തണം. അതിലൊക്കെ നമ്മൾ വളരെ ശുഷ്കാന്തിയുള്ളവരാകണം. ഈ പെൺകുട്ടി ഈ ടീഷർട്ട് ഇട്ടതല്ല കുഴപ്പം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ആ ടീഷർട്ടിന്റെ പുറകിൽ ഒരു ക്യാപ്ഷൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനത് വായിച്ചു, അത്ഭുതപ്പെട്ടു പോയി. ഒരു 16-17 വയസ്സ് പ്രായം കാണാൻ ആ പെൺകുട്ടിക്ക്. അതിന്റെ ക്യാപ്ഷൻ എന്താണ്? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് വെർജിനിറ്റി. അതിങ്ങനെയാണ്, കന്യകാത്വം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഭാസമാണ് കന്യകാത്വം. കന്യകാത്വം. ഇന്ന് പ്രിയമുള്ളവരെ, വിശുദ്ധിക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇന്ന് എന്തൊക്കെയാ സമൂഹങ്ങളിൽ നടക്കുന്നത്, കുടുംബങ്ങളിൽ നടക്കുന്നത്, ക്യാമ്പസുകളിൽ കോളേജുകളിൽ നടക്കുന്നത്, സ്കൂളുകളിൽ നടക്കുന്നത്. 5 വയസ്സും 6ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ എന്താ നടക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാം പ്രധാന കാരണം കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നിത്യജീവനെ കുറിച്ചുള്ള ദർശനം ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയതാ. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, ഇവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന മതാധ്യാപകരെ, മതാത്മീയ ശുശ്രൂഷകരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, എന്ത് വില കൊടുത്തും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് ഈ വിശ്വാസം കൈമാറിക്കൊടുക്ക്. ഏത് വിശ്വാസം? നിത്യജീവനെ കുറിച്ചുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോനെ, വല്ലത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ജീസസ്. ഹോരി ഖബാബ. ശക്തമായ ഒരു അഭിഷേകം കർത്താവ് തരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ. ഹല്ലേലൂയ. 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 നിങ്ങൾ നോക്ക്, മരിച്ച 50 വർഷം കഴിഞ്ഞ ബോഡിയാ കാണണേ. സ്ക്രീനിലോട്ട് നോക്ക് എല്ലാവരും. സകലരും സ്ക്രീനിലോട്ട് നോക്ക്. നമ്മൾ വാച്ച് ചെയ്യാൻ പോവാ. പേദ്രോയുടെ മേൽ സ്വർഗം പകർന്ന അഭിഷേകം ഈ സമയം പരിശുദ്ധ ത്രിത്വം ഈ വചന കൂടാരത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. വിശുദ്ധിയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്ക് ശക്തിയുണ്ട്. വിശുദ്ധിക്ക് ശക്തിയുണ്ട്. വിശുദ്ധ ജീവിതത്തിന് പ്രതിഫലമുണ്ട്. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ബ്യൂട്ടി, കർത്താവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധിയാണ്. പരിശുദ്ധിയ നമ്മൾ കുർബാനയിൽ എന്നും പ്രാർത്ഥിക്കുന്നില്ലേ? പരിപാവനനാം സർവേശ, പരിപാവനനാ. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? പരിശുദ്ധിയാണ്. ദൈവത്തിന്റെ ശക്തി എന്താണ്? പരിശുദ്ധിയാണ്. ദൈവത്തിന്റെ ബ്യൂട്ടി എന്താണ്? പരിശുദ്ധിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. നോക്കിക്കാണ് സ്ക്രീനിലോട്ട് നോക്ക്. നിങ്ങൾ ശ്രദ്ധിച്ച്, 50 വർഷം കഴിഞ്ഞ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ച്, ആ താടി രോമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ആ കൺപിരിക നിങ്ങൾ ശ്രദ്ധിച്ച്, ഉറങ്ങിക്കിടക്കുന്നത് പോലെയാ വിശുദ്ധനായ പേദ്രോപ്പിയോ കിടക്കുന്നത്. ഈ തലമുറയുടെ കണ്ണു തുറപ്പിക്കാൻ ഇന്ന് തിരുസഭയിൽ 103ഓളം വിശുദ്ധരെയാണ് കർത്താവ് ഇതുപോലെ ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. 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 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മെഡിക്കൽ സയൻസിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അഴുകാതിരിക്കുന്ന 103ഓളം വിശുദ്ധര് ഇന്ന് ആഗോള സഭയിലുണ്ട്. അതിലൊരു വലിയ വിശുദ്ധന പേദ്രോപ്പിയോ. 50 വർഷം കഴിഞ്ഞു. നോക്ക് നിങ്ങള്, ഇന്ന് 2 ദിവസമാകുമ്പോഴേക്കും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ അല്ലേ? എന്താണ് മൊബൈൽ, ഫ്രീസർ, എന്നിട്ട് ശരിയാവുന്നുണ്ടോ?
നോക്കി, ആ താടിരോമം നോക്കി നിങ്ങള്, ആ കൺപിരിയം നോക്കി നിങ്ങള്. വിശുദ്ധിയുടെ ശക്തി. എന്റെ കുഞ്ഞനുജന്മാരെ, അഞ്ചുത്തിമാരെ, എന്റെ യുവജനങ്ങളെ, എന്റെ ദമ്പതികളെ, കുടുംബങ്ങളെ, ഇത് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നോക്കിക്കാണാം. ഇവർക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശ. എന്താണ്? ഞാൻ നിർത്തുകയാണ്. 11 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഗോരത്തിയുടെ അടുത്തേക്ക് അലക്സാണ്ടർ കാമവെറി പൂണ്ട ചെറുപ്പക്കാരൻ വന്നപ്പോൾ വെറും 11 വയസ്സുകാരിയായ മരിയ പറഞ്ഞു, അലക്സാണ്ടർ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകണ്ടേ? പാപം ചെയ്താൽ നമ്മൾ നരകത്തിലോട്ട് പോകും, സ്വർഗത്തിലോട്ട് പോകണ്ടേ? അവള് പറഞ്ഞു, എന്റെ ശരീരം ഞാൻ പാപത്തിന് വിട്ടുതരികയില്ല. നിങ്ങൾക്കറിയോ, കർത്താവിന്റെ സുവിശേഷത്തില് ഒരൊറ്റ വചനത്തിന് വേണ്ടിയാ അവൾ രക്തസാക്ഷിയായത്. ആ വചനം ഏതാണെന്നറിയോ? പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3 മുതൽ തുടങ്ങിയ വചനങ്ങളാ. അവിടെ പരിശുദ്ധാത്മ പറയാണ്, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശുദ്ധത എന്ന പുണ്യത്തിനു വേണ്ടി, ശുദ്ധത എന്ന പുണ്യത്തിനു വേണ്ടി വഴിവിട്ട ലൈംഗികതയിലേക്കും വഴിവിട്ട മ്ലേച്ഛതയിലേക്കും ലൈംഗിക അരാജകത്വങ്ങളിലേക്കും കൂപ്പുകുത്തി നശിക്കുന്ന ഈ തലമുറയെ നോക്കി മരിയ ഗോരത്തി വിളിച്ചു പറയുക, ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടിയാ ഞാൻ രക്തസാക്ഷിയായി മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ഈ അഭിഷേകം ഏറ്റു സ്വീകരിക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ ഈ അഭിഷേകം സ്വീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദമ്പതികളും മോശമൊന്നുമില്ല, നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. കാരണം ഇന്ന് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി, 18 വർഷമായി, 6 വർഷമായി ഭർത്താവിനോട്, ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നവരുടെ എണ്ണം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു? ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി അവൾ രക്തസാക്ഷിയായി. അതിന്റെ കാരണം എന്താണെന്നറിയോ? നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. പൗലോസ്ലീഹ പറയുകയാണ്, നിത്യജീവനെ മുറുകെ പിടിക്കുക. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, നിത്യജീവനെ മുറുകെ പിടിക്കുക. കർത്താവിന്റെ സുവിശേഷം നൽകുന്ന പ്രത്യാശ എന്താണ്? നിത്യജീവനെ കുറിച്ചുള്ള. ഇവിടെ എങ്ങനെ സ്വർഗം പണിയാം എന്നുള്ളതല്ല, ഈ ലോകത്തിൽ എങ്ങനെ സ്വർഗം പണിയാം, ഈ ലോകത്തിൽ എങ്ങനെ അല്ലിലും അലിച്ചില്ലാതെ ജീവിക്കാം, ഈ ലോകത്തിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ സുന്ദരമായി നടത്താം, അതല്ലാട്ടോ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒറ്റ വചനം കൂടി ഞാൻ പറയട്ടെ. 15-ാം അധ്യായം 19-ാമത്തെ വാക്യം, 1 കൊരിന്തോസ്. അവിടെ എന്താ പറയുന്നത്? ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചവരാണ് ഞാനും നിങ്ങളെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നമ്മൾ നിർഭാഗ്യരാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പച്ച, എന്തിനാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? അമ്മച്ചി, എന്തിനാണ് യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്? മുട്ടുവേദന മാറാനോ? അത് കർത്താവ് തന്നോളും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയിട്ടാ? അതായിരിക്കണം. ഇതാണെങ്കിൽ ബാക്കി എല്ലാ ഭൗതിക നന്മകളും ഇവിടെ വലിയ രോഗശാന്തികൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. പക്ഷെ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ഏത്? നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.